ജനസഹസ്രങ്ങളുടെ ആരവങ്ങളാൽ ആവേശമോളം തല്ലിയ കോട്ടപ്പുറം കായലിൽ നടന്ന ജലമാമാങ്കത്തിൽ ജലരാജാവായി കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കായലിൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന 5ാമത് സീസൺ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2025 വള്ളംകളിയിലാണ് വിയ്യപുരം ചുണ്ടൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം എന്നീ ചുണ്ടൻ വള്ളങ്ങൾ നേടി. ഒൻപതാം സ്ഥാനത്തെത്തിയവർ ചമ്പക്കുളം ചുണ്ടനും, 8ാം സ്ഥാനത്ത് വായ്പാനും, 7ാം സ്ഥാനത്ത് കാരിക്കാലും, 6ാം സ്ഥാനത്ത് ചെറുതനയും, 5ാം സ്ഥാനത്ത് നിരവൻ ചുണ്ടനുമാണെങ്കിൽ 4ാം സ്ഥാനത്തെത്തിയത് നടുവിലെ പറമ്പൻ ചുണ്ടനാണ്. ആവേശകരമായി ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ, അത്യന്തം വാശിയേറിയ ഈ ഫൈനൽ മത്സരത്തിൽ വളരെ നേരിയ വ്യത്യാസത്തിൽ മാത്രം നഗ്ന നേത്രങ്ങൾക്ക് വിധി നിർണ്ണയിക്കാൻ കഴിയാത്ത വ്യത്യാസത്തിലുണ്ടായ ഫൈനൽ മത്സരത്തിൽ മേൽപ്പാടം ചുണ്ടനും, 2ാം സ്ഥാനത്ത് നടുഭാഗവും, 1ാം സ്ഥാനത്ത് വീണ്ടും വിയ്യപുരം ചുണ്ടനും. 5ാമത് സീസണിലെ 4ാമത്തെ മത്സരത്തിനാണ് കോട്ടപ്പുറം കായൽ വേദിയായത്. നടുഭാഗമാണ്. 100 പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകളില്ല, വീഴുകില്ല ഈ സുന്ദര സ്വപ്ന നൗകകൾ കത്തിരിക്കാം അവസാന മീറ്ററുകൾക്ക്. ആൻഡ് ഓവർ ടു ജോളി എതിരെ വടക്കങ്ങാടിന്റെ മുന്നിൽ കുളമാറ്റത്തിന് സമയമായി. വടക്കങ്ങാടിന്റെ മുന്നിൽ തൃശൂർ പൂരത്തിന് കൊടിമാറ്റം നടക്കുകയാണ്. അതുപോലെ കത്തിക്കയറുകയാണ് കോട്ടപ്പുറത്തിന്റെ കോട്ട പിടിച്ചടക്കുവാൻ. അത് കോട്ടപ്പുറത്തിന്റെ കോട്ട പിടിച്ചടക്കുവാൻ. 1 വരുന്നു മേൽപ്പാടം, 2 വരുന്നു നടുഭാഗം, 3 വരുന്നു വിയ്യപുരം. ഒരുപോലെ അല്പം മുന്നിലേക്ക്. ഇതാ മേൽപ്പാടം, ഇല്ല വിയ്യപുരം, ഇല്ല വള്ളംകളിയുടെ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പ്രമോഷന്റെ ഭാഗമായിട്ട് കേരളത്തെ ലോകമറിയുക എന്നുള്ളതും കേരള ലോകഭൂപടത്തിൽ നടത്തിയിട്ടുള്ള ഇടമാണ് ഈ കൊച്ചു കേരളം എന്നുള്ള നിലയിൽ ലോകത്തെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായിട്ടുള്ള സംസ്ഥാനമായിട്ടുള്ള ഈ കൊച്ചു കേരളത്തിലേക്ക് കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേരള സർക്കാർ ഈ പദ്ധതിയുടെ തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും അത് ഈ ലോകത്തിന് കേരളത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ലോക ചരിത്രത്തിലെ പൈതൃകം പേറുന്നുവെന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന മണ്ണാണ് കൊടുങ്ങല്ലൂർ മുസിരിസിൻ്റേതെന്ന് MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബോബി ചെമ്മണ്ണൂർ എന്നിവർ മുഖ്യാതിഥികളായി. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു.
VR സുനിൽകുമാർ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ചേർന്ന് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. നെഹ്റു ട്രോഫി ജേതാക്കളായ 9 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചത്. കൂടാതെ കൊടുങ്ങല്ലൂർ മുസിരീസ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ VK രാജൻ മെമ്മോറിയൽ ട്രോഫിക്കും KD കുഞ്ഞപ്പൻ മെമ്മോറിയൽ ട്രോഫിക്കും വേണ്ടിയുള്ള മധ്യ കേരളത്തിലെ പ്രശസ്തമായ ഇരുട്ടുകുത്തി ഓടിവള്ളങ്ങളെയും ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുസിരീസ് ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോടനുബന്ധിച്ച് നടന്നു. മുസിരീസ് ജലോത്സവത്തിൽ A ഗ്രേഡ്, B ഗ്രേഡ് വിഭാഗങ്ങളിലായി 18 വള്ളങ്ങൾ പങ്കെടുത്തു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ, ഗാനമേള, തനത് കലാരൂപങ്ങൾ എന്നിവയും അരങ്ങേറി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ VS ദിനൽ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ A അൻസാർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ്, മുസിരീസ് ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് OC ജോസഫ്, മുസിരീസ് ബോട്ട് ക്ലബ്ബ് സെക്രട്ടറി PP രഘുനാഥ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കലാസാംസ്കാരിക സിനിമാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തോളം പഴക്കമുള്ള ചരിത്രങ്ങളത ആവർത്തിക്കപ്പെടുവാൻ കടന്നു വരുന്ന 2 ചക്രവർത്തിമാർ, ചേര രാജാക്കന്മാരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മുസിരി. ഒരു കാലത്ത് പെരിയാർ തീരത്തെടുത്ത യമന കപ്പലുകളുടെ ഓർമ്മകൾ പോലെ 2 സ്വപ്ന നൗകകള നീന്തിത്തുടിക്കുകയാണ്. നടുഭാഗമാകുമോ അതോ നീരാണമാകുമോ? ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.